ലോങ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്കറിയാം നമ്മുടെ ഡെസ്ക് ആദ്യം ഇങ്ങനെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായത്. അതിനെ നമ്മൾ ഇതുപോലൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മേക്ക് ഓവറിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല. ആദ്യമേ ഉണ്ടായ ഐറ്റംസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവറും ലൈറ്റും ഒക്കെ ഞാൻ ഈ സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഇത് നമ്മൾ ഫോം ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ ഈ ഒരു വാൾപേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിത് ഒട്ടിച്ച് വരുമ്പോഴേക്ക് നമുക്ക് കറക്റ്റായിട്ട് ആ വാൾപേപ്പർ എത്തിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ തൽക്കാലം അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ വാളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോസ്റ്റേഴ്സ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നതെല്ലാം ഒരു പിങ്ക് തീമിലാണ്. ഇത് ഞാൻ പുതിയതായിട്ട് ഒട്ടിക്കുമ്പം അതിൽ നിന്നൊരു ചേഞ്ച് വരുത്താനും കൊണ്ട് കുറച്ച് ഗ്രീനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ച് പോസ്റ്റേഴ്സ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഫോട്ടോ പേപ്പറിൽ പ്രിൻ്റ് ചെയ്തതാണ് കേട്ടോ. ഇതെങ്ങനെ പ്രിൻ്റ് എടുക്കുക എന്നുള്ളത് ഞാൻ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിൻട്രസ്റ്റ് പോയിട്ട് വാൾ പോസ്റ്റേഴ്സ് സെർച്ച് ചെയ്ത് കൊടുത്തതിനാൽ നമുക്ക് കുറച്ച് ആസ്തെറ്റിക് ആയിട്ടുള്ള ഇഷ്ടംപോലെ വാൾ പോസ്റ്റേഴ്സ് കിട്ടും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ക്യാൻവ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അതിൽ പോയിട്ട് നമുക്ക് A3 ഡോക്യുമെൻ്റ് ആണെങ്കിൽ A3 ഡോക്യുമെൻ്റ്, അല്ലെങ്കിൽ A4 ആണെങ്കിൽ A4 നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് പ്രിൻ്റ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ കാണിക്കുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. നമുക്ക് ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് സ്റ്റിക്കർ പ്രിൻ്റ് കൊടുത്തതാണ്. നമുക്ക് ഈ പ്രിൻ്റ് എടുത്തതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യാത്തത് കുറേ ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കട്ടർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച പോസ്റ്റേഴ്സൊക്കെ നമുക്ക് വാളിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വാഷി ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് സെല്ലോ ടേപ്പ് യൂസ് ചെയ്യാം. പക്ഷേ സെല്ലോ ടേപ്പ് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറേ കഴിഞ്ഞിട്ട് അത് പറിച്ചെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ പെയിൻ്റൊക്കെ മോശമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാഷി ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിക്കുന്ന ടൈമിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ഞാൻ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോം ബോർഡിൻ്റെ ഷെൽഫിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ വോൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വോളിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈ ഡെസ്കിലേക്ക് വേണ്ട ഐറ്റംസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഈ ഒരു ചെറിയൊരു ഷെൽഫ് നമ്മൾ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സ്റ്റിക്കർ ബുക്കും പിന്നെ കുറച്ച് നോട്ട് പാഡും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഓർഗനൈസറാണ് കാർഡ്ബോർഡിനെ കൊണ്ട്. അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള കുറച്ച് നോട്ട് പാഡും പിന്നെ സ്റ്റിക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ അതിലും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു മിറർ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഫ്ലവർ വൈസ് അതും കൂടി ഒന്ന് അവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടുലിപ്പ് ഫ്ലവർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കയ്യിൽ കിട്ടിയില്ല. അത് കിട്ടിയാൽ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം.
പിന്നെ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ടേബിൾ ഫാനാണ്. ഫാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് ഇതിൽ ലൈറ്റും കൂടി വരുന്നുണ്ട്. ലൈറ്റായാലും ഫാനായാലും അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഞാൻ ഡിയോഡ് ആപ്പ് എന്ന് പറയുന്നത് ഒരു ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റിനാണ് എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ടായത്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫാനും കൂടി ടേബിളിൽ വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് ടേബിളാകുമ്പോൾ നമുക്കൊരു പെൻ ഹോൾഡർ വേണമല്ലോ. അപ്പോൾ ആ ഒരു പെൻ ഹോൾഡറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ടിഷ്യൂ റോളില്ലേ, ടിഷ്യൂ പേപ്പറിൻ്റെ റോള് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്. ഒരു റെയിൻബോ തീമിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്കതിൽ കുറച്ച് ബ്രഷ് പെൻസും പെന്നൊക്കെ ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റും ഒരു പെൻ ഹോൾഡർ തന്നെയാണ്. അതിൽ നമ്മൾ കുറച്ച് കളർ പെൻസിലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് വെച്ചപ്പോൾ എനിക്ക് അത്ര ഒരു ഭംഗി തോന്നാത്തത് കൊണ്ട് ഞാൻ വേറൊരു പെൻ ഹോൾഡർ അവിടെ വെച്ച് നോക്കി. അപ്പോൾ അതും അത്ര ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതെടുത്ത് മാറ്റുകയോ ചെയ്തേ. അപ്പോൾ ഇത് നെക്സ്റ്റ് വരുന്നത് ഒരു ആസ്തറ്റിക് ആയിട്ടുള്ളൊരു കാൽക്കുലേറ്ററാണ്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ വെച്ചിട്ടുണ്ടായ പെൻ ഹോൾഡർ ഞാൻ മാറ്റിയിട്ടോ അവിടുന്ന്. എന്നിട്ട് നമ്മൾ ആ കാൽക്കുലേറ്റർ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ലാമ്പാണ് കേട്ടോ. ഇത് ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുണ്ടായതാണ്. നല്ല ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ ഇത് നമുക്ക് ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതും ഞാൻ അവിടെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനലി ഇതാ മുന്നേ നമ്മൾ വാങ്ങിയിട്ടുണ്ടായ ഒരു ഓർഗനൈസർ, അതും കൂടി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഐറ്റം കൂടി ഞാൻ ആ ഓർഗനൈസറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിൽ ബാക്കി ഐറ്റംസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പെൻസിൽ ഹോൾഡറൊക്കെ നമുക്ക് ഇതിലോട്ടേക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ടേബിളിൽ വെച്ച എല്ലാ പെൻ ഹോൾഡേഴ്സും നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതൊക്കെ നമ്മൾ മുന്നേ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. അങ്ങനെ നമ്മൾ ഡെസ്കിലെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതാണ് ഇതിൻ്റെ മോർണിംഗ് വ്യൂ വരുന്നത്. ഇതിൻ്റെ നൈറ്റ് വ്യൂ ഞാൻ ലാസ്റ്റ് കൊടുക്കാം. മുന്നത്തെ നമ്മൾ ഡെസ്കിലെല്ലാം ഒരു പിങ്ക് തീമിലായിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. മുന്നത്തതാണോ അല്ലെങ്കിൽ ഇപ്പോഴത്തതാണോ ഇഷ്ടമായതെന്ന് ഒന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ മറക്കണ്ട, നമ്മൾ നൈറ്റ് വ്യൂ ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.